നമസ്കാരം. മഹിസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വിവോ ഒരു പുതിയ മൊബൈൽ ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിവോ Z1Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വളരെ മികച്ച ഒരു സ്പെസിഫിക്കേഷനുമായിട്ട്, അതായത് ഇപ്പോൾ വിപണിയിലുള്ള റെഡ്മി നോട്ട് 7 പ്രോയ്ക്കും റിയൽമി 3 പ്രോയ്ക്കും ഒക്കെ ശക്തമായ വെല്ലുവിളി ഉയർത്തക്കത്തക്ക രീതിയിലുള്ള വളരെ മികച്ച ഒരു കോമ്പിനേഷനുമായിട്ടാണ് Z1Pro വിവോ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച മൊബൈൽ ഫോൺ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ്മി നോട്ട് 7 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 675 റിയൽമി 3 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 17 കുറച്ചുകൂടി മികച്ച പ്രോസറാണ് ഈ പറയുന്ന Z1Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 712 എന്ന് പറയുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 712 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്രോസറാണ്. അതോടൊപ്പം തന്നെ Adreno 616 GPU ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മൊബൈൽ ഫോണിലും 4000 mAh ബാറ്ററിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പറയുന്ന Z1Proയിൽ 5000 mAh ബാറ്ററിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. റെഡ്മി നോട്ട് 7 Pro ഒക്കെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന ചാർജർ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ 15000 രൂപയ്ക്ക് ഈ പറയുന്ന വിവോയുടെ Z1Pro എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ ട്രിപ്പിൾ കാർഡ് സിം സ്ലോട്ട് ഉണ്ട്. നമുക്കറിയാം റെഡ്മി നോട്ട് 7 പ്രോയിൽ 2 സിം സ്ലോട്ടുള്ള സിം ട്രേ ആണുള്ളത്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ ട്രിപ്പിൾ ബാക്ക് ക്യാമറ ഉണ്ട്, 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുണ്ട്. വളരെ മികച്ച ഒരു ഡിസൈനാണ് ഈ പറയുന്ന വിവോ Z1Proയ്ക്കുള്ളത്. 6.53 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ പറയുന്ന Z1Proയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ഇല്ല, സാധാരണ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു സ്ക്രീൻ ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന വിവോ Z1Pro എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 712 എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പ്രോസറാണ്. അതായത് മിഡ് റേഞ്ചിൽ ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് പോക്കോ F1 കഴിഞ്ഞാൽ ലഭ്യമായതിൽ വെച്ച് വളരെ മികച്ചൊരു പ്രോസറാണ്. അത് 20000 രൂപയിൽ താഴെയുള്ള പ്രോസറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F1 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 712 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ട്രിപ്പിൾ ക്യാമറയാണെന്ന് പറഞ്ഞു. 16+8+2 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ബാക്ക് ക്യാമറയുമായിട്ടാണ് വിവോ Z1Pro വരുന്നത്. 16 മെഗാ പിക്സലിൻ്റെ നോർമൽ ക്യാമറ, അതേപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളിന് വേണ്ടി ഒരു ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തിന് വേണ്ടി വേറൊരു ക്യാമറ. വളരെ മികച്ചൊരു ക്യാമറ ക്വാളിറ്റിയാണ് ഈ പറയുന്ന Z1Proയിൽ എടുത്ത ചിത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വളരെ മികച്ചൊരു ഫ്രണ്ട് ക്യാമറയാണ് എന്നുള്ളതാണ്. 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമായിട്ടാണ് Z1Pro വരുന്നത്. തീർച്ചയായിട്ടും വളരെ അഗ്രസീവായ ഒരു പ്രൈസിംഗ് ആണ് വിവോ ഈ പറയുന്ന വിവോ Z1Proയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് റിയൽമിയുടെയും റെഡ്മിയുടെയും ഒക്കെ ആ ഒരു ലെവലിലേക്ക് വിവോയും എത്തുകയാണെന്നുള്ളതാണ്. ഇത് കൂടുതൽ വാല്യൂ ഉള്ള, നമ്മൾ മുടക്കുന്ന ക്യാഷിന്, അതായത് വാല്യൂ ഫോർ മണിയുള്ള മൊബൈൽ ഫോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 7 പ്രോയോ റിയൽമി 3 പ്രോയോ എടുക്കാൻ പോകുന്ന ഒരാൾ ഒരു നിമിഷം ആലോചിക്കും Z1Pro എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളത്. അത്ര മികച്ച ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന വിവോ Z1 കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില തുടങ്ങുന്നത് 15000 രൂപയ്ക്കാണ്. അതായത് 4+64 GB വില തുടങ്ങുന്നത് 15000 രൂപയ്ക്കാണ്. ഈ വരുന്ന ജൂലൈ 11 മുതൽ ഫ്ലിപ്കാർട്ടിലൂടെ ഇതിൻ്റെ വിൽപ്പന ആരംഭിക്കും. അതേപോലെ തന്നെ 6GB 64ൻ്റെ വേരിയൻറ്റും 6GB 128ൻ്റെ വേരിയൻറ്റിലും ഈ മൊബൈൽ ഫോൺ ലഭ്യമാണ്. തീർച്ചയായിട്ടും വളരെ മികച്ചൊരു മൊബൈൽ ഫോൺ തന്നെയാണ് Z1Pro എന്ന് പറയുന്നത്. വിവോ വളരെ അഗ്രസീവായ ഒരു പ്രൈസിംഗ് ആണ് ഈ മൊബൈൽ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റു പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.